നമസ്കാരം. പുന്നപ്പറയിലെ സാധാരണക്കാരായ സഖാക്കളുടെ ആ പ്രതിഷേധം കാണുകയായിരുന്നു. ജി സുധാകരനൊക്കെ എന്താ കരുതിയേ? ഏതെങ്കിലുമൊക്കെ ഉന്നത പദവികളിലേക്കൊക്കെ എത്തുമ്പോൾ ഇത് ഞാൻ എത്തി എന്ന് സ്വയം ധരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ അങ്ങനെ ധാരണയുള്ളവർക്ക് പുന്നപ്പറയിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കളുടെ പ്രതിഷേധത്തിലും ഒപ്പം തന്നെ ആ പ്രതിഷേധത്തിനിടയിൽ അവർ പറഞ്ഞ വാചകങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്നതിന് ആ വാചകങ്ങളിൽ ഉത്തരമുണ്ട്. പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞാൽ ആ മനുഷ്യരുടെ ഒരു വികാരം. സുധാകരൻ കരുതുകയാണ് ഏതെങ്കിലും കസേരയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് എന്റെ മിടുക്കുകൊണ്ട് ഞാൻ ആയി എന്ന്. പക്ഷെ താൻ അതാകാൻ വേണ്ടി ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഇതുവരെയും ഈ ഒരു സംഘടന കൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷം കൊണ്ടോ അവരുടെ ജീവിതത്തിൽ ഒരു പദവി എന്നുള്ള നിലയ്ക്ക് ഒന്നുമാകാത്ത സാധാരണക്കാർ കൊണ്ട വെയിലും അവർ പിടിച്ച കൊടിയും അവർ വിളിച്ച മുദ്രാവാക്യങ്ങളുമാണ് താൻ എന്നുള്ള ഈ ബിംബങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ല അന്തസ്സായിരിക്കും. എന്തായാലും ആ പ്രതിഷേധത്തിൽ, വർഗവഞ്ചകനോടുള്ള പ്രതിഷേധത്തിൽ പുന്നപ്പറയിൽ നടത്തിയ സമരത്തിനിടയിൽ ഇന്ന് മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ ചില സഖാക്കൾ പറഞ്ഞ വാചകമുണ്ട്. ഹൃദയം പൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ പറഞ്ഞ വാചകം. ഇന്നലകളിൽ അവർ കഷ്ടപ്പെട്ട് ഉറങ്ങാതെ മതിലെഴുതിയും മുദ്രാവാക്യം വിളിച്ചും കൊടികെട്ടിയും വീടാന്തരം കയറിയിറങ്ങി വോട്ട് തേടിയും ചിലരെ വലിയ നേതാക്കന്മാരാക്കി വിടുമ്പോൾ വീണ്ടും പദവികൾക്ക് വേണ്ടി ഈ സംഘടനയെ ഒറ്റിയിട്ട് പോകുന്ന സുധാകരന്മാർ ഇനിയുണ്ടെങ്കിലും, അല്ലെങ്കിൽ ജി സുധാകരനും ചെവി തുറന്ന് കേൾക്കേണ്ട പ്രതിഷേധവും പ്രതികരണവുമാണ്. സാക്ഷാൽ പിണറായി പാർട്ടി വിട്ടുപോയാലും ഞങ്ങൾ പാർട്ടിയോടൊപ്പം. പാർട്ടിയാണ് വലുത്. എങ്ങനെയാ ഇതിനെ കാണുന്ന? സുധാകരൻ പോയി, ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് വന്നു, ഞങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ഈ മനുഷ്യൻ ഇന്നലെ കാണിച്ച ആ ഒരു സാധനം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമല്ല, സുധാകരൻ ഇവിടെ ഈ സ്വതന്ത്രനായിട്ടാണെങ്കിൽ തന്നെയും എന്തായിട്ട് നിന്ന് കഴിഞ്ഞാൽ സുധാകരൻ ഒന്നുമല്ല, വെറും ഷൂ തന്നെ. മത്സരിക്കാൻ ജയിക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പായിട്ടും. പുന്നപ്പറയിൽ VS-ന്റെ വീടിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഈ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. പാർട്ടിക്ക് ഒരു ക്ഷീണവും സുധാകരൻ പോയത് കൊണ്ട് സംഭവിക്കില്ല. സുധാകരൻ ഒരു വ്യക്തി മാത്രമാണ്. ഞങ്ങൾക്ക് പ്രസ്ഥാനമാണ് വലുത്. എന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണം CPM-ന് പാർട്ടിക്ക് ഉണ്ടാവുമോ? ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. സുധാകരനല്ല ഇവിടെ ജയിച്ച, ഇവിടെ പാർട്ടിയെ ജയിച്ച ഇത്രയും വർഷം കൊണ്ട്. അത് സുധാകരൻ ആരുമല്ല ഇവിടെ. ഈ കാണുന്ന ജനങ്ങളുടെ മൊത്തം മനസ്സിലെ വികാരം, ആ വികാരം മനസ്സിലാക്ക്. അത് CPM ആണ്. ഇത് CPM ആണ്. ഇത് രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ്. സുധാകരൻ ആരാ? ഞങ്ങളെല്ലാരും കൂടെ പൊക്കിക്കൊണ്ട് വന്ന ആളല്ലേ. നാളെ സാക്ഷാൽ പിണറായി പാർട്ടി വിട്ടാൽ പോലും പാർട്ടി ഇവിടെ കാണും. എങ്ങനെ? സാക്ഷാൽ പിണറായി പാർട്ടി വിട്ടുപോയാലും ഞങ്ങൾ പാർട്ടിയോടൊപ്പം. പാർട്ടിയാണ് വലുത്. ഒരു കോമള പൊട്ടിയാലും 100 കോമള നിൽക്കുക പ്രസ്ഥാനത്തിന് വേണ്ടി. എങ്ങനെ? ഒരു കോമള പൊട്ടിയെന്ന് ഒന്നുമില്ല, 100 കോമള നിൽക്കുക പ്രസ്ഥാനത്തിന് വേണ്ടി. ഒരു കുമ്പള പൊട്ടിയാലും പ്രശ്നമില്ല, 100 കുമ്പളയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം മത്സരിക്കുന്നു, ജയിക്കുന്നു പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിന്താഗതിയാണത്. പക്ഷെ ഇത് പാർട്ടിയാണ്, ഇത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ പോലും
ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. തിരിച്ച് CPM തന്നെ വന്ന ചരിത്രമുണ്ട് പലരും. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചിലര് ഈ പറയുന്ന പോലെ നാമാവശേഷമായി പോയിട്ടുണ്ട് ചിലര്. കേട്ടല്ലോ. ഇനി അത് പിണറായി ആണെങ്കിലും അതിനേക്കാൾ വലുതാണ് ഈ സംഘടന എന്ന് പറയുന്നത്. വ്യക്തികളോടല്ല ആരാധന, സംഘടനയോടാണ്. ആ സംഘടനയോടുള്ള അവരുടെ ആവേശവും അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ താല്പര്യവുമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടിയിട്ട് നയിക്കാൻ ഇയാളാണെന്ന് പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഞങ്ങളുടെ സഖാവ് എന്ന പേരിൽ അവർ നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ ജോലിയും കളഞ്ഞു അവർ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നലകളിൽ ഇരുന്ന മന്ത്രി കസേരകളും MLA സ്ഥാനങ്ങളും മറ്റെല്ലാ പദവികളും. അവർ ഒരു ദിവസം അത് വേണ്ടെന്ന് വെച്ചാൽ താനൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലയിലാണ്. ഇതുപോലുള്ള പാവപ്പെട്ട മനുഷ്യർ അവർ നിസ്തുലമായിട്ടും അല്ലെങ്കിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളായി മാറുന്നത്. അത് ഞാൻ എന്ന കഴിവ്, ഞാൻ എന്ന വ്യക്തി എന്നൊന്നും സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മൂഢത്വമാണെന്ന് സുധാകരൻ പഠിക്കാൻ പോവുകയാണ്. കാര്യം സുധാകരൻ ഇത്രയും കാലം കരുതിയിരുന്നത് ആലപ്പുഴയിലെ പാർട്ടി എന്നാൽ ഞാനാണ്, ഞാൻ പാർട്ടി അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനേക്കാളും വലിയ ആളാണെന്ന് സ്വയം ധരിക്കുമ്പോൾ അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന സർട്ടിഫിക്കറ്റും വാങ്ങി കഷത്ത് വെച്ചതിന് ശേഷം ഈ നാട്ടിലെ യഥാർത്ഥ സഖാക്കളോട് ഇറങ്ങി നിന്നിട്ട് ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്, എനിക്ക് ഈ നാട്ടിലെ കുറെ ഊള മാപ്രകളും അല്ലെങ്കിൽ ഇടതുവിരോധരും തന്ന ആ നല്ല കമ്മ്യൂണിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് കൈ വെച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഇരുന്നാ മതി എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പറയും. അവരുടെ ജീവിതങ്ങളിൽ ഇന്ന് വരെ സുധാകരന്റെ വീട്ടിലെത്തിയ സൗകര്യങ്ങൾ എത്തിയിട്ടില്ല. എന്നിരുന്നാലും ഈ ആശയത്തെ വിശ്വസിച്ച മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചപ്പോൾ എന്താ കരുതിയത്? ഞാൻ എന്ന വലിയ ബിംബത്തെയാണ് ഈ നാട്ടുകാർ ആരാധിക്കുന്നതെന്നാണ് കരുതിയത്. പോയി പണി നോക്കുക എന്ന് ആ നാട്ടുകാർ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. അതിലൊരു വാചകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഘടനയ്ക്ക് പുറത്തു നിന്നിട്ട് പിണറായി വിജയൻ വലിയ ആളെന്ന് പറഞ്ഞാലും നാളെ മുതൽ ഈ സഖാക്കൾ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണോ പ്രസ്ഥാനത്തിനോ തള്ളിപ്പറയുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വർഗവഞ്ചകനായി മാറുന്നത്, ആ നിമിഷം മുതൽ പിന്നീട് വെറും പിണറായി വിജയനായി മാറും. പിന്നീട് ആ പിന്നിൽ അണിനിരക്കാൻ ഒരൊറ്റ സഖാക്കന്മാരുണ്ടാകില്ല എന്ന് സുധാകരൻ തിരിച്ചറിഞ്ഞോളൂ. ഏതെങ്കിലുമൊക്കെ ഏറാൻ മൂളികൾ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയും ആ ശത്രുപാളയത്തിൽ നിൽക്കുന്നവർ ഇതിൽ നിന്ന് അസംതൃപ്തരെ കണ്ടെത്തി അവരെ മഹാന്മാരാണെന്ന് അവരോധിച്ചു കഴിഞ്ഞാൽ, അതിനനുസരിച്ച് ചാടിത്തുള്ളിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും ഈ കാണുന്ന മനുഷ്യരെല്ലാം ഇവിടെ തന്നെ കാണും. പോയി തിളച്ചു മറിഞ്ഞിട്ട് ഒന്നുമല്ലാതെ കറിവേപ്പിലയായി വലിച്ചെറിയുന്ന കാലഘട്ടത്തിൽ ഈ സഖാക്കന്മാർ ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പുച്ഛിക്കാനും നിങ്ങളെ കാർക്കിച്ചു തുപ്പാനും അവർക്ക് തന്നെ അറിയാം. അതോടുകൂടി സുധാകരൻ എന്താണോ ഇന്നലകളിലായിരുന്നത് അതൊന്നുമില്ലാത്ത, ഒരു അഡ്രസ്സും ഇല്ലാത്ത ഈ പറയുന്ന ഇടതുവിരുദ്ധരുടെ സർട്ടിഫിക്കറ്റ് മാത്രം കഷത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കേവലം ഒരു അധികാരമോഹിയായിട്ട് ഇനി തരം താഴ്ത്തപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് വരും കാല കാഴ്ചകൾ. അതിന്റെ ഒരു സാമ്പിളാണ് എനിക്ക് പിന്നിൽ ആളുണ്ട് എന്ന് ധരിച്ചിരുന്നിടത്ത് ഇത്രയും മനുഷ്യർ തെരുവിലിറങ്ങി നിങ്ങൾക്കെതിരെ ശബ്ദമായി മാറിയത്.